ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ജ്യോതിശാസ്ത്രവുമായിട്ടൊരുത്തൻ വന്നായിരുന്നു. നിങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം, പക്ഷേ അതിന് 50 രൂപ എങ്ങാണ്ട് ആദ്യം തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാം ഇത് കോൾ റീഡിംഗ് എന്ന് പറയുന്ന സാധനമാണ്. അതായത് കോൾ റീഡിംഗ് എന്ത് ബാർണം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോറി, ബാർണം സ്റ്റേറ്റ്മെന്റ്. ബാർണം സ്റ്റേറ്റ്മെന്റ് അതൊക്കെ യൂണിവേഴ്സൽ ആയിട്ടുള്ളതാണത്. നമ്മൾ ഇവിടെയൊക്കെ ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ഒരു 100 എണ്ണം ഉണ്ട്, 100-120 എണ്ണം ഉണ്ട്. ഈ ലൈനുകളെല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഫുൾ ഭാവി ഭൂതങ്ങളെല്ലാം പറയുന്നത് പോലെ അവർക്ക് തോന്നും. ഇപ്പൊ സുമേഷിന്റെ വീട് എനിക്കറിയില്ല. സുമേഷിന്റെ വീട്ടിലേക്ക് ശരിക്കും വരുമ്പോൾ 2 വഴികളിലൂടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ മനസ്സിലായി. ശരിയല്ലേ? സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും 2 വഴി ഉണ്ടാവും. അത് ഇങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഇതൊന്നും മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് നിങ്ങളുടെ ഇമോഷൻസിനെയും കൊണ്ടുവന്നിടാൻ പറ്റും. നിങ്ങൾ പോലും ചില കാര്യങ്ങൾ അറിയാണ്ട് പറയും. ഞാൻ ജോലിയുടെ കാര്യത്തിനകത്ത് ഇത്ര പ്രശ്നമായിരുന്നു, വരികയല്ലേ, ഇപ്പം മറ്റേത് മുകളിലിരിക്കുകയാണ്, അത് താഴോട്ട് വരട്ടെ, അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യേ, ഇന്നത് ചെയ്താൽ മതി. ഇങ്ങനെ ആ സ്ക്രിപ്റ്റിങ് ഒരു ബൈഹാർട്ട്, ഇവർക്കതേ അറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനത് ഇവരിത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കാറില്ല. അപ്പോൾ വൈഫും ഞാനും കൂടി ഇതിൽ ഇങ്ങനെ കേൾക്കും. ഫുള്ള് കേട്ട് ചിരി കഴിഞ്ഞിട്ട് പൈസ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാണ്. അവർക്കപ്പോൾ ഇൻസ്റ്റഗ്രാമും ഇല്ല, യൂട്യൂബും ഇല്ല, അവർ ഇതൊന്നും അറിയത്തുമില്ല. പിന്നെ ഇവരെ നമ്മൾ എന്നാ ചെയ്യണ്ടേ? അവരെ ഒരു മനുഷ്യനാണ്, ഇവർ ചെറുപ്പത്തിൽ ഇവിടുന്നോ കാരണവന്മാരുടെ അടുക്കൽ നിന്ന് പഠിച്ച ഒരു കാര്യങ്ങൾ. അത് പക്ഷേ അവരെ പഠിപ്പിച്ചവർക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സയന്റിഫിക് ഒന്നും അറിയില്ല. ഇവരിതെല്ലാം ബൈഹാർട്ടാക്കി ചെറുപ്പം മുതൽ തലയിൽ ഇരിക്കുന്നതാണ്. ഇതിങ്ങനെ പറയണം, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത്. കാരണം ഈ നമ്മുടെ ഭാവിയും ഞാൻ ഇനി എന്തായി തീരും എന്നുള്ളതൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. ഇന്നും പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വീക്കിലും മറ്റേ ഇതുണ്ട്, ജ്യോതിഷത്തിൽ ഇന്നയാളുടേത് മറ്റേത് മറിച്ചത് സാധനമുണ്ട് ഇല്ലേ? ഞാൻ ഒരിക്കലും ഒരു പത്രക്കാരനോട് ചോദിച്ചത്, പത്രത്തിലെ ഒരു ടോപ്പ് ഒഫീഷ്യലിനോട് ചോദിച്ചതാണ്, ഇത് നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ഇതിന് പ്രേക്ഷകനുണ്ട്, ഇതിനു വേണ്ടി തന്നെ പത്രം വരുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് അവരുടെ ബിസിനസ് നോക്കണ്ടേ?